Idea Star Singer 2007, very, very popular. Tinu, Telinsim, Soniyam, they're having a conversation. Let's watch. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സോണിയുടെ നാടായ ആലപ്പുഴയിലാണ്. പ്രകൃതി രമണീയമായ ആലപ്പുഴയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സോണിയുടെ നാടിനെ കുറിച്ച്, ആലപ്പുഴയെ കുറിച്ച് രണ്ടു വാക്ക്. ടീനുവിനെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ആദ്യമായിട്ടാണ് ഈ ഹൗസ് ബോട്ടിൽ കയറുന്നതും ആദ്യമായിട്ടാണ് ഇവിടെ എല്ലാം കാണുന്നത്. ഇത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന പുന്നമട കായലാണ്. വന്നിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ് വരുന്നത്. ഞാനിവിടെ വരാറുണ്ട്. എനിക്ക് പ്രോഗ്രാമിന്റെ പല ഏരിയയിലായിട്ടൊക്കെ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. കൈനഗിരി അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ തീരത്തായിട്ട്. അതെ അതെ. ഇങ്ങനെ ബോട്ടിങ്ങിനെല്ലാം പോകാറുണ്ടോ? അങ്ങനെ പോകാറില്ല. പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് ഇങ്ങനെ ബോട്ടിൽ കയറി. പക്ഷെ ഇങ്ങനെ ഹൗസ് ബോട്ടല്ല കേട്ടോ പോകാറില്ല, വള്ളത്തിലാ കൂടുതലും പോയിട്ടുള്ളത്. വെള്ളത്തിൽ നല്ല രസമാണ്. ഓർക്കസ്ട്ര ഒക്കെ എടുത്ത് വെച്ചിട്ട് വെള്ളം ഇങ്ങനെ ചേരുന്നത്. വന്നതിന് ശേഷം പോയിട്ടുണ്ടോ? ഇല്ല, പോയിട്ടില്ല. അതിപ്പോ ഇപ്പോഴാന്ന് തോന്നുന്നു. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു 2008 സ്റ്റാർ സിംഗറിലെ എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. ഇനിയിപ്പോ ഫൈനൽ സ്റ്റേജിലേക്ക് കിടക്കുകയല്ലേ. എങ്ങനെയുണ്ടായിരുന്നു? ഇത്രയും ഫൈനൽ വരെ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? ഫൈനൽ വരെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ കുറെ നല്ല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്, ചില മോശം അനുഭവങ്ങൾ. മോശം എന്ന് വെച്ചാൽ സങ്കടം വന്നിട്ടുള്ള ചില റൗണ്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ പാട്ട് സെലക്ഷന്റെ ഇതായിരിക്കും, അല്ലാതെ ചില നല്ല സെലക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി പേരുടെ അഭിപ്രായം കേട്ട് സെലക്ഷൻ നന്നാക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ എങ്ങനെ ഇനി ഫൈനലിലേക്ക് വരുമ്പോ എന്താ ടെൻഷനാണോ? ടെൻഷൻ ഉണ്ട്. ഫൈനൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും നാള് സപ്പോർട്ട് ചെയ്ത ഫാൻസ് എല്ലാരും നമ്മുടെ മുമ്പിൽ വന്ന് ഇരുന്ന് കാണുന്ന ഒരു സ്റ്റേജ് ആണല്ലോ. അപ്പൊ അത് എനിക്കറിയില്ല, ആ സ്റ്റേജിൽ വരുമ്പോ ദൈവം കൂടെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാവാനായിരുന്നു ആഗ്രഹം സോണിയക്ക് ഇതില് വരുന്നതിന് മുമ്പ്? കൊച്ചിലെ മുതല് ഞാൻ പാട്ട് പഠിച്ചത് തന്നെ, എനിക്ക് പാട്ടിന് ടേസ്റ്റ് ഉണ്ടായിട്ട് അമ്മ പഠിപ്പിച്ചതാണ്. അപ്പോ ഞാൻ BA മ്യൂസിക്. അപ്പോൾ നമ്മൾ നാലേക്കാറില്ല പാട്ടുകാരി ആവണം. പിന്നെ ഞാൻ പാട്ട് മത്സരത്തിന് പോയി പ്രൈസൊക്കെ മേടിച്ചു തുടങ്ങിയപ്പോ പറയാറുണ്ട് വലിയൊരു പാട്ടുകാരി. ഞങ്ങള് തമ്മിൽ കോമ്പറ്റീറ്റ് ചെയ്തിട്ട് അങ്ങനെ. ഇപ്പൊ സ്റ്റാർ സിംഗറിൽ വന്നു, നമ്മളുടെ ഇതിലെല്ലാം ഒരുപാട് മാറ്റം വന്നു, ജീവിതത്തിൽ മാറ്റം വന്നു. ഇനി എന്താണ് ആഗ്രഹം? ഇനിയും പാട്ട് തന്നെ തുടർന്ന് പോകാനാണ് ആഗ്രഹം. സ്റ്റാർ സിംഗർ കഴിഞ്ഞു, ഇപ്പം എന്തായാലും ഇപ്പം വിജയിച്ചു തന്നെ പറയാം. കാരണം ഫൈനലിസ്റ്റിൽ എത്തിയപ്പോ തന്നെ സോണിയ ഇതിൽ വിജയിച്ചു തന്നെ പറയാം. ഇനിയിപ്പം സ്റ്റാർ സിംഗറിന്റെ ഫൈനൽ കഴിഞ്ഞിട്ട് സോണിയുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തെല്ലാം? പാട്ട് തന്നെയാണ് എന്റെ കൊച്ചിലമുള്ള ആഗ്രഹം. ഒരു പ്ലേ ബാക്ക് സിംഗർ ആവണമെന്നാണ്. ഞാൻ ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കുന്ന എന്നെ എല്ലാവരും അറിയപ്പെടുന്ന വലിയൊരു പാട്ടുകാരി ആക്കണേ എന്നാണ്. അപ്പൊ സ്റ്റാർ സിംഗറെ കൂടെ തന്നെ അത് ആവുകയും ചെയ്തു. അത് മാത്രം അല്ല, ഇനി ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കീഴിൽ പാടി പ്ലേ ബാക്ക് സിംഗർ ആവണം. എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് വന്നോ? ഞാനൊരു ഫിലിമിൽ കഴിഞ്ഞ വർഷം പാടിയിരുന്നു, പക്ഷെ അത് അത്ര ഇതായില്ല. ലാപ്ടോപ്പ് ഒന്ന് മതിയായിരുന്നു. പക്ഷെ എന്നാലും എനിക്കിനി ഫേമസ് ആവണം. ഇനി അത് ഒരു എളുപ്പമുള്ള കാര്യമാണ്. അതെ അതെ, എല്ലാരും അറിയപ്പെട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുക. അപ്പം പ്ലേ ബാക്ക് സിംഗർ വഴിയും. ആരാ ഇഷ്ടമുള്ള മ്യൂസിക് ഡയറക്ടർ ആരാണ്? ഇളയരാജ സാർ ഇഷ്ടമാണ്, റഹ്മാൻ സാർ ഇഷ്ടമാണ്, എല്ലാരും ഇഷ്ടമാണ്. സാറിന്റെ ഏത് പാട്ടാ ഏറ്റവും ഇഷ്ടം? രാജ സാറിന്റെ വെള്ളൈപ്പുറാവുണ്ടെന്ന് ഒന്ന് പാടാവോ? வெள்ளைப்புறா ஒன்று ஏங்குது கையில் வராமலே, வெள்ளைப்புறா ஒன்று ஏங்குது கையில் வராமலே, நமது கதை புது கவிதை இலக்கணங்கள் இதற்கு இல்லை, நான் உந்தன் பூமாலையோ, வெள்ளை புறா ஒன்று ஏங்குது கையில் വരാമലേ. സൂപ്പർ സൂപ്പർ. എപ്പോഴെങ്കിലും സോണിക്ക് സ്റ്റേജിൽ നിൽക്കുമ്പോൾ ജഡ്ജസിന്റെ കമന്റ്സ് ഒരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടോ? അതിൽ ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ടോ അവരുടെ കമന്റ്സ്? സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട്, വിഷമം. പിന്നെ ഒരു തെറ്റൊക്കെ പറയുമ്പോൾ വിചാരിക്കാറുണ്ട് പാടാൻ പറ്റാതെ. അപ്പം ഭയങ്കര, അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ പ്രാക്ടീസ് ചെയ്തപോലെ അല്ലല്ലോ പാടിയത് എന്ന് വിചാരിക്കും. പിന്നെ സന്തോഷം ഉണ്ടായിട്ടുണ്ട്, നല്ല നല്ല കമന്റ്സ് ഒക്കെ പറയാറുണ്ട്. എനിക്കൊരു ആഗ്രഹം SPB സാറിനോട് ഡുയറ്റ് വരണമെന്ന് ആഗ്രഹമുണ്ട്. SPB സാറിനോട് ഡുയറ്റ് കൂടെ ആഗ്രഹമുണ്ട്. ഏറ്റവും വലിയ ആഗ്രഹം. സോണിയ ഇതുവരെ സ്റ്റാർ സിംഗറിൽ പാടിയ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതായിരുന്നു? ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ്. ഇഷ്ടമുള്ള പാട്ട് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പൊ പാടുന്നു. നിമിഷം സുവർണ്ണ നിമിഷം ഞാൻ തേടി വന്ന
നിമിഷം തരൂ നീ എനിക്കു തരൂ നീ ഈ ജന്മം ആഹാ സഫലം. ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നുണ്ടോ? ഞാനിപ്പോ 13 വർഷം. 13 വർഷമായി. ആരാണ് ഗുരു? ആരാണ്? എനിക്ക് ഒരുപാട് അധ്യാപനം പഠിച്ചിട്ടുണ്ട്. എന്റെ കൊച്ചിലമുള്ള സാറ് ആലപ്പുഴ ആർ വിധു സാറാണ്. പിന്നെ എന്റെ കലൂർ ബാലമാഷന്റെ ഒരു ഗുരുവാണ്. കാവാല സജീവ് സാറ്, ആര്യനാട് രാജു സാറ്, പെരുമ്പാവൂർ ജി രവീന്ദ്രൻ സാറ്, പിന്നെ സാവിത്രിയമ്മ ടീച്ചർ. ഇപ്പൊ ഞാൻ മ്യൂസിക് കോളേജില് എല്ലാ സാറുമാരും ഉണ്ട്. ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീടി കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടതൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി കൂവും നേരം മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കാണിമേയുന്ന പുല്ലാനിക്കാട്ടിൽ കന്നിമാങ്ങ കടിച്ചു നടക്കാം. കാറ്റിൻ പാദസരങ്ങൾ കേൾക്കാം. കുഞ്ഞി മഞ്ചാടി കുന്നിലേറാം. നമ്മളിപ്പോ പുന്നമട കായലിന്റെ തീരത്താണ് നിൽക്കുന്നത്. ഇപ്പോ സോണിയയുടെ അടുത്തെത്തിക്കഴിഞ്ഞു ഫൈനൽ. ഇനി ഇപ്പൊ ഫൈനലിലോട്ട് കടക്കാൻ പോകുന്ന സോണിയക്ക് ഓഡിയൻസിനോട് പ്രത്യേകിച്ച് എന്താണ് പറയാനുള്ളത്? എല്ലാവരുടെയും പ്രാർത്ഥന. ഇതുവരെ എല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ SMS ഒരുപാട് അയക്കുകയും ചെയ്തു. എല്ലാവരും ഇപ്പൊ കേരളത്തിൽ നിന്ന് മാത്രം അല്ല, കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലും എല്ലാവരും അയക്കുന്നുണ്ട്. അതുപോലെ ഇനിയും ഉണ്ടാവണം സപ്പോർട്ട്. ഫൈനൽ എടുത്തു തരികയാണ്. സപ്പോർട്ടും പ്രാർത്ഥനയും ഇനി ഒരിക്കലും സോണിയക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. സ്റ്റാർ സിംഗർ കഴിഞ്ഞാൽ തന്നെയും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. അപ്പൊ സോണിയക്ക് എല്ലാരും വോട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാം. സോണിയ SONIA. സോണിയയുടെ ഫാൻസിന് സോണിയനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വിൽ ഫൈൻഡ് ഔട്ട് ജസ്റ്റ് അബൌട്ട് നൗ. ഇതാണ് എന്റെ നാട്ടുകാര്, എന്റെ ഫാൻസ് ആണ്, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇവരെല്ലാരും. ഇങ്ങനൊരു പ്രോഗ്രാമിൽ ആലപ്പുഴയിൽ നിന്നും ഫൈനലിൽ വന്ന സോണിയയ്ക്ക് ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാവരുടെയും ആദ്യമായി ആശംസകൾ നേരുകയാണ്. പാലക്കാട്ട് പക്കത്തിലെ ഒരു അപ്പാവി രാജ, അവർ പഴക്കത്തിലെ കുഴന്തയെ പോലൊരു അമ്മാഞ്ചി രാജ. യാരമ്മ അത് യാരമ്മ, യാരമ്മ അത് യാരമ്മ. പാലക്കാട്ട് രാജാവുക്ക് ഒരു അപ്പാവി റാണി, അവ சேலக்கட்டு பார்த்தா போதும் அம்மாமி வாணி. யாரம்மா அது யாரம்மா, யாரம்மா അത് യാരമ്മ. നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി SMS അയക്കണം. SMS അയക്കേണ്ട ഫോർമാറ്റ് ISS Space Sonia.